Hi students, കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ റവന്യൂ ഐറ്റവും ക്യാപിറ്റൽ ഐറ്റവും നമ്മൾ പരിഗണിക്കണമെന്നും എന്താണ് റവന്യൂ ഐറ്റം, എന്താണ് ക്യാപിറ്റൽ ഐറ്റം, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാലൻസ് ഷീറ്റ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നതാണ്. Balance sheet of not-for-profit organization is prepared in similar to the method of business firm. All assets are entered into the credit side and all liabilities are debit side. The only difference is that excess of assets over liabilities is known as capital fund or general fund. Capital fund is created from surplus income over expenditure and certain items which are capitalized. ബിസിനസ് സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന ബാലൻസ് ഷീറ്റ് പോലെ തന്നെയാണ് ലാഭേതര സ്ഥാപനങ്ങളും ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. ആസ്തികൾ വലതുവശത്തും ബാധ്യതകൾ ഇടതുവശത്തും കാണിക്കുന്നു. എന്നാൽ ക്യാപിറ്റൽ അറിയപ്പെടുന്നത് ക്യാപിറ്റൽ ഫണ്ട് എന്നാണ്. സാധാരണ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം, അതായത് +1 പഠിച്ചിട്ടുണ്ട്. ലാബിലിറ്റി ലെഫ്റ്റ് സൈഡ് ലാബിലിറ്റീസ് ആണ്, ലാബിലിറ്റി റൈറ്റ് സൈഡ് അസറ്റുകളുമാണ്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ബാലൻസ് ഷീറ്റും തയ്യാറാക്കേണ്ടത്. ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡ് ലാബിലിറ്റിയും ക്രെഡിറ്റ് സൈഡിൽ അസറ്റ്സുമാണ്. അപ്പോൾ ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത് ക്യാപിറ്റൽ അറിയപ്പെടുന്നത് ക്യാപിറ്റൽ ഫണ്ട് എന്ന് മാത്രമാണ്. ക്യാപിറ്റൽ ഫണ്ട് എന്നാണ് ഇത് അറിയപ്പെടുക. അതുപോലെ പ്രോഫിറ്റ് എന്നതിന് പകരം സർപ്ലസ്, ലോസ് എന്നതിന് പകരം ഡെഫിസിറ്റ്. ഈ ഒരു മാറ്റം മാത്രമേ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഓക്കെ, ഫോളോയിങ് റെലവൻറ്റ് ഐറ്റംസ് ആർ ടു ബി കൺസിഡേർഡ് വൈൽ പ്രിപ്പയറിംഗ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഐറ്റം, പ്രധാനപ്പെട്ടത് ഒന്ന് ക്യാപിറ്റൽ ഫണ്ട്. ദ എക്സസ് ഓഫ് അസറ്റ്സ് ഓവർ ലാബിലിറ്റീസ് ഇൻഡിക്കേറ്റ്സ് ക്യാപിറ്റൽ ഫണ്ട്. ലാബിലിറ്റിയേക്കാളും കൂടുതലായി അസറ്റ് ഉണ്ടെങ്കിൽ, അതായത് അസറ്റും ലാബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ക്യാപിറ്റൽ ഫണ്ട്. ആൻഡ് ഈസ് ഷോൺ ഇൻ ദ ലാബിലിറ്റി സൈഡ്. അത് ലാബിലിറ്റി സൈഡിലാണ് കാണിക്കുക. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ ലാസ്റ്റ് ഇയേഴ്സ് ബാലൻസ് ഷീറ്റ്. കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ നിന്നാണ് നമുക്കിത് ലഭിക്കുക. ഇഫ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് ഈസ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ് ബൈ പ്രിപ്പയറിംഗ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടില്ലെങ്കിൽ നമ്മളൊരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കണം. ദ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആസ് പെർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വിൽ ബി ആഡഡ് ടു ഓർ ഡിഡക്റ്റഡ് ഫ്രം ദി ക്യാപിറ്റൽ ഫണ്ട്. സർപ്ലസ് ആണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിനോട് ആഡ് ചെയ്യണം. അതായത് പ്രോഫിറ്റിന് പകരം ഇവിടെ മിച്ചമാണെങ്കിൽ, സർപ്ലസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ഫണ്ടിനോട് ആഡ് ചെയ്യണം. ഡെഫിസിറ്റ് ആണെങ്കിലോ, കമ്മിയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കുകയും വേണം. രണ്ടാമത്തെ നോക്കൂ, ദ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഇത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഈസ് കോൾഡ് സർപ്ലസ്. ചിലവിനേക്കാളും കൂടുതൽ നമുക്ക് വരുമാനമാണുള്ളതെങ്കിൽ അത് സർപ്ലസ് ആണ്. ഇഫ് എക്സ്പെൻഡിച്ചർ ഈസ് മോർ, ഇറ്റ് ഈസ് നോൺ ആസ് ഡെഫിസിറ്റ്. എക്സ്പെൻഡിച്ചർ കൂടുതലും വരുമാനം കുറവായാലോ നമ്മളൊരു ഡെഫിസിറ്റ് എന്ന് പറയും. സർപ്ലസ് ഈസ് ആഡഡ് ടു ദ ക്യാപിറ്റൽ ഫണ്ട് ആൻഡ് ഡെഫിസിറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദി ക്യാപിറ്റൽ ഫണ്ട്. സർപ്ലസ് എന്ത് ചെയ്യണം? ക്യാപിറ്റലിനോട് ആഡ് ചെയ്യുകയും ഡെഫിസിറ്റ് കുറയ്ക്കുകയും വേണം. ക്യാഷ് ബാലൻസ്. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ആൻഡ് ക്യാഷ് അക്കൗണ്ട് ഫ്രം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് ഷോൺ ഇൻ ദ അസറ്റ് സൈഡ്. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് ക്യാഷ്, കൊല്ലം അവസാനിക്കുന്ന സമയത്ത് നമുക്ക് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് കിട്ടുന്നതാണ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് ക്യാഷ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എന്തായിട്ട് അസറ്റായിട്ട് എഴുതുന്നു. ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് ക്രെഡിറ്റേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ആർ ആൻ ഔട്ട്സൈഡ് ലാബിലിറ്റി ഷുഡ് ബി റെക്കോർഡ് ഇൻ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ക്രെഡിറ്റേഴ്സ് എന്നത് ലാബിലിറ്റിയാണ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ കാണിക്കുന്നു. ക്രെഡിറ്റ് സൈഡിൽ, ലാബിലിറ്റി സൈഡിൽ കാണിക്കുന്നു. ദെൻ അസറ്റ്സ്. All assets from the last balance sheet after adding additional purchases and deducting all sales of assets and depreciation should be shown in the asset side. നമ്മൾ അസറ്റുകളൊക്കെ അസറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. അതായത് കഴിഞ്ഞ ബാലൻസ് ഷീറ്റ്, അതായത് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കും?
അസറ്റുകളൊക്കെ കിട്ടും. പക്ഷേ ഈ കൊല്ലം പുതിയത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനോട് ആഡ് ചെയ്യണം അസറ്റുകൾ. അതായത് മെഷീനറി കഴിഞ്ഞ വർഷം എത്ര ഉണ്ടായിരുന്നു അതിനോട് ഈ കൊല്ലം വാങ്ങിയത് ആഡ് ചെയ്യണം. പിന്നെ ഈ വർഷം എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നുകൊണ്ട് നമ്മളത് ഒഴിവാക്കുന്നുണ്ടാവും, വിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഇതിൽ നിന്ന് കുറയ്ക്കണം. അസറ്റ് അത് മെഷീനറി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, അത് ഈ കൊല്ലം വാങ്ങിയത് അതിനോട് ആഡ് ചെയ്തു, ഈ കൊല്ലം വിറ്റ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചു. ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ചതിന് ശേഷമാണ് നമ്മൾ അസറ്റുകൾ റെക്കോർഡ് ചെയ്യേണ്ടത്. Liabilities from the last balance sheet after making all additions and deducting all payments should be recorded. അസറ്റ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ലാബിലിറ്റി ബാലൻസ് എത്ര ഉണ്ടായിരുന്നു ഈ കൊല്ലം തുടങ്ങുന്ന സമയത്ത്, കഴിഞ്ഞ വർഷത്തെ ലാബിലിറ്റി, അതായത് ക്രെഡിറ്റേഴ്സ്, ഈ വർഷം വീണ്ടും ക്രെഡിറ്റേഴ്സ് വന്നു, അതിനോട് ആഡ് ചെയ്യണം. ദെൻ പിന്നെ ഈ കൊല്ലം നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിലോ അത് കുറയ്ക്കുകയും വേണം. യെസ്, ഓൾ പേയ്മെൻറ്റ് ഷുഡ് ബി റെക്കോർഡഡ്. അപ്പോൾ ലാബിലിറ്റിയും അസറ്റും നമ്മൾ റെക്കോർഡ് ചെയ്തു. അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്സുകളാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, ടേക്ക് ദ ക്യാപിറ്റൽ ഫണ്ട് ഫ്രം ദി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആൻഡ് ആഡ് ദ സർപ്ലസ് ഫ്രം ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ക്യാപിറ്റൽ ഫണ്ട്. ലാസ്റ്റ് ബാലൻസ് ഷീറ്റിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നു. ചിലപ്പോൾ നേരിട്ട് തന്നിട്ടുണ്ടാവും, ആ ക്യാപിറ്റലിങ് എടുത്താൽ മതി. അതിനോട് എന്ത് ചെയ്യുന്നു? സർപ്ലസ് ആഡ് ചെയ്യുന്നു. ഡെഫിസിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൽ നമ്മളത് കുറയ്ക്കുകയും ചെയ്യുന്നു. ദെൻ ഷോ ഓൾ ക്യാപിറ്റലൈസ്ഡ് ഐറ്റം ഇൻ ദ ലാബിലിറ്റി സൈഡ്. ചിലത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും, അങ്ങനെ വന്നാൽ അത് നമ്മൾ ലാബിലിറ്റി സൈഡിൽ കാണിക്കണം. ക്യാപിറ്റൽ റിസീവ് സച്ച് ആസ് ഡൊണേഷൻ ഫോർ ഫർണിച്ചർ, എൻഡോമെൻറ്റ് ഫണ്ട്, ലെഗസീസ് എക്സെട്ര ഫ്രം ദി റിസീവ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ്, ഇങ്ങനെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡൊണേഷൻ ഫ്രം ഫോർ ഫർണിച്ചർ വാങ്ങാനുള്ള ഡൊണേഷൻ, അതൊരു പ്രത്യേക ആവശ്യത്തിനുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകമായ ഒരു ആവശ്യത്തിനുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അത് എന്തായിട്ട് പരിഗണം? ക്യാപിറ്റൽ നാച്ചറാണ്. അപ്പോൾ അതിനെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ കാണിക്കുന്നു, ലാബിലിറ്റി സൈഡിൽ കാണിക്കുന്നു. ടേക്ക് ഓൾ ഫിക്സഡ് അസറ്റ്സ് ആൻഡ് ആഡ് അഡീഷണൽ പർച്ചേസസ് ആൻഡ് ഡിഡക്റ്റിംഗ് ഓൾ സെയിൽസ് ഓഫ് അസറ്റ്സ് ആൻഡ് ഡിപ്രീസിയേഷൻ. എല്ലാ അസറ്റുകളും നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കുന്നു. അഡീഷണൽ പർച്ചേസ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഡ് ചെയ്യുകയും സെയിൽസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുകയും ചെയ്തതിന് ശേഷം നമ്മൾ ഡിപ്രീസിയേഷനോട് കുറച്ചതിന് ശേഷമാണ് നമ്മളതിൽ കാണിക്കുക. കൺസിഡർ സം സ്പെഷ്യൽ ഐറ്റംസ് സച്ച് ആസ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അക്രൂഡ് ഇൻകം, സ്റ്റോക്ക് ഓഫ് കൺസ്യൂമബിൾ ഐറ്റം, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക്. ഇത്തരം ഐറ്റങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തേണ്ടതാകുന്നു. ദെൻ